നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. റെയിൽവേ ഗേറ്റ് മൂലം യാത്രാ ദുരിതത്തിലായി തൃശൂർ വടക്കാഞ്ചേരിയിലെ എങ്കക്കാട് ഗ്രാമം. എങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകൾക്ക് പകരം മേൽപ്പാലം പണിയണമെന്ന് ആവശ്യവുമായി പ്രദേശവാസികൾ. ചുവപ്പുനാടയിൽ കുരുങ്ങി മേൽപ്പാലം യാഥാർത്ഥ്യമാകാതായതോടെ പ്രതിസന്ധിയിലായി വാഴാനി മച്ചാട് മേഖലയിലെ ജനങ്ങൾ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥിനികൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം. മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തത് കൂനത്തറ GVHSലെ വിദ്യാർത്ഥിനികൾക്ക്. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും സ്ത്രീ സൗഹൃദമാകണമെന്ന് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ. ഒറ്റപ്പാലത്തെ തഴഞ്ഞ ദീർഘദൂര ട്രെയിൻ സർവീസുകൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന സ്റ്റേഷനിൽ ദീർഘദൂര വണ്ടികൾക്ക് ഇപ്പോഴും സ്റ്റോപ്പില്ല. കോവിഡിനെ തുടർന്ന് നിർത്തലാക്കിയ പല ട്രെയിനുകളുടെയും സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. റെയിൽവേ ഗേറ്റ് കാരണം ദുരിതത്തിലായിരിക്കുകയാണ് തൃശൂർ വടക്കാഞ്ചേരിക്കടുത്തുള്ള എങ്കക്കാട് ഗ്രാമം. എങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകൾക്ക് പകരം മേൽപ്പാലം പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏറെക്കാലമായി ചുവപ്പുനാടയിൽ കുരുങ്ങി മേൽപ്പാലം യാഥാർത്ഥ്യമാകാതായതോടെ വാഴാനി മച്ചാട് മേഖലകളിലെ ജനങ്ങൾ വലയുകയാണ്. ഇരു ഗേറ്റുകളിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക്. റെയിൽവേ ഗേറ്റ് ഉയരുന്നതും കാത്ത് രോഗികളടക്കം നിരവധി പേർ ട്രെയിനിന്റെ ബോഗികൾ എണ്ണിയുള്ള കാത്തുനിൽപ്പ്. ഒരു ട്രെയിൻ പോയി ഗേറ്റ് തുറക്കുന്നതും കാത്തു നിൽക്കുന്നതിനിടയിലാണ് മറു ട്രാക്കിൽ ചൂളം വിളിച്ച് വീണ്ടും തീവണ്ടി എത്തുക. ഇതോടെ യാത്ര തന്നെ വലയും. വടക്കാഞ്ചേരി വാഴാനി റോഡിൽ എങ്കക്കാട്ടും മാരാത്തുകുന്നിലും 2 റെയിൽവേ ഗേറ്റുകളാണുള്ളത്. ഗേറ്റ് അടച്ചാൽ ഇരുഭാഗത്തും സ്വകാര്യ ബസ്സുകളും ആംബുലൻസുകളും ഉൾപ്പെടെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ളവരും മച്ചാട് പ്രദേശങ്ങളിലേക്കുള്ളവരുമാണ് ദുരിതം പേറേണ്ടി വരുന്നത്. ഇതൊഴിവാക്കാൻ 2 റെയിൽവേ ഗേറ്റുകൾക്കുമിടയിൽ ഒരു മേൽപ്പാലം നിർമ്മിച്ചാൽ മതിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പലതവണ ഇത് ചൂണ്ടിക്കാട്ടി ജനപ്രതിനിധികളടക്കം പരാതികൾ നൽകി. ഒരു നടപടിയും ഉണ്ടായില്ല. തലങ്ങും വിലങ്ങും പായുന്ന തീവണ്ടികൾ പോലെ ഇവിടത്തുകാരുടെ യാത്രാ ദുരിതത്തിനും അവസാനമില്ലാതെ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തും വാണിയംകുളം PHCയും സംയുക്തമായി കൂനത്തറ GVHSലെ വിദ്യാർത്ഥിനികൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ക്ലാസും ഒരു ബോധവൽക്കരണ പരിപാടി, തുടർന്ന് നമ്മുടെ പഞ്ചായത്തിലുള്ള ഏതാണ്ട് 13 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ള സ്ത്രീകൾ ആർത്തവമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അനുഭവിക്കുന്ന ടെൻഷൻ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് പരിഹരിക്കുന്നതിനാവശ്യമായ ഒരു തരത്തിലുള്ള ടെൻഷനും ഒരു തരത്തിലുള്ള സ്വകാര്യതയും ഒക്കെ അതിനുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ്. വ്യാഴാഴ്ച രാവിലെ സ്കൂളിൽ നടന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഹരിദാസ് അധ്യക്ഷനായി. മെൻസ്ട്രൽ കപ്പ് ഉപയോഗത്തെ സംബന്ധിച്ച വിഷയത്തിൽ അമ്പലപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ രേഷ്മ കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നൽകി. ഡോക്ടർ ശ്രീഹരി വിഷയാവതരണം നടത്തി. പ്രധാന അധ്യാപിക നിർമ്മല, LHI സുധി, JHI ലിജി തുടങ്ങിയവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വാണിയംകുളം PHSലെ MLSP വർഷ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ലാത്തത് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു. നിലവിൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നുണ്ടെങ്കിലും കോവിഡിനെ തുടർന്ന് നിർത്തലാക്കിയ പല ട്രെയിനുകളും ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇന്ത്യൻ റെയിൽവേയിലെ സദേൺ റെയിൽവേ സോണിൽ പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിൽ വരുന്ന ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമായി 120 വർഷം പിന്നിട്ടിട്ടും സുപ്രധാന ട്രെയിനുകൾക്കൊന്നും ഇപ്പോഴും ഒറ്റപ്പാലത്ത് സ്റ്റോപ്പില്ല. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ടീ ഗാർഡൻ എക്സ്പ്രസ് ട്രെയിനിന്റെ ഒറ്റപ്പാലത്തെ സ്റ്റോപ്പ് ഇനിയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ചാലക്കുടി, ഇരിഞ്ഞാലക്കുട പോലെയുള്ള സ്റ്റേഷനുകളിൽ പോലും സ്റ്റോപ്പുള്ള ടീ ഗാർഡൻ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കാരക്കൽ എക്സ്പ്രസിന് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പില്ലാത്തത് ഒറ്റപ്പാലത്തോടുള്ള ഏറ്റവും വലിയ അവഗണന തന്നെയാണെന്ന് നിസ്സംശയം പറയാം. ഒറ്റപ്പാലത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് രാവിലെയുള്ള എറണാകുളം മെമുവും ശബരി എക്സ്പ്രസും ആലപ്പുഴ എക്സ്പ്രസും കഴിഞ്ഞാൽ ഉച്ചയ്ക്കു ശേഷം മാത്രമാണ് ട്രെയിനുള്ളത്.
എന്നാൽ 2:30-ക്ക് ഒറ്റപ്പാലത്തെത്തുന്ന കേരള എക്സ്പ്രസിനെ എപ്പോഴും ആശ്രയിക്കാനും സാധിക്കാത്ത അവസ്ഥയാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 മണിക്ക് എടുക്കുന്ന ബാംഗ്ലൂർ എറണാകുളം ഇന്റർസിറ്റിക്കും ഒറ്റപ്പാലത്ത് സ്റ്റോപ്പില്ല. അമൃത് ഭാരത് പദ്ധതി പ്രകാരം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ 10 കോടിയിലധികം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഒറ്റപ്പാലത്തെ മലബാറിന്റെ റെയിൽവേ ഹബ്ബാക്കി മാറ്റണമെന്ന ആവശ്യത്തോട് റെയിൽവേ ഇപ്പോഴും മുഖം തിരിഞ്ഞാണ് നിൽക്കുന്നത്. പാലക്കാട് നിന്നും ഷൊർണൂരിലേക്ക് പോകാതെ ഒറ്റപ്പാലം വഴി തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന കൊച്ചുവേളി സമ്മർ സ്പെഷ്യൽ എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, കൊച്ചുവേളി എക്സ്പ്രസ്, എറണാകുളം എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ മെയിൽ തുടങ്ങി 45ഓളം ട്രെയിനുകളിൽ കന്യാകുമാരി എക്സ്പ്രസ്, കേരള എക്സ്പ്രസ്, അഹല്യ നാഗരി എക്സ്പ്രസ് എന്നിങ്ങനെ ചുരുക്കം ചില ട്രെയിനുകൾക്ക് മാത്രമാണ് ഒറ്റപ്പാലത്ത് സ്റ്റോപ്പുള്ളത്. ഷൊർണൂരിൽ സ്റ്റോപ്പുള്ളതും ഒറ്റപ്പാലത്ത് നിർത്താത്തതുമായ ട്രെയിനുകൾ വേറെയുമുണ്ട്. സ്റ്റോപ്പ് അനുവദിക്കാത്ത സ്റ്റേഷനാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മോടി പിടിപ്പിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഒറ്റപ്പാലത്തോടുള്ള റെയിൽവേയുടെ അവഗണന അവസാനിപ്പിക്കാൻ ഈ വിഷയത്തിൽ ജനപ്രതിനിധികൾക്ക് കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കാം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളശ്ശേരി സർക്കാർ ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പറളി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ വിമുക്തി ക്ലബ്, ജാഗ്രത ബ്രിഗേഡ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, അറബിക് ക്ലബ്, സംസ്കൃതം ക്ലബ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ ദിനം ആചരിച്ചത്. പരിപാടിയിൽ പ്രധാനാധ്യാപിക P. രാധിക അധ്യക്ഷയായി. വിമുക്തി ക്ലബ് ഉദ്ഘാടനം, വിദ്യാർത്ഥി ബോധവൽക്കരണം, ലഹരി വിരുദ്ധ ബാഡ്ജ്, പോസ്റ്റർ പ്രദർശനം, പ്രതിജ്ഞ ചൊല്ലൽ, കടകളിൽ പോസ്റ്റർ പതിക്കൽ, വീടുകളിൽ ബോധവൽക്കരണം, സൈക്കിൾ റാലി എന്നീ പരിപാടികളും സംഘടിപ്പിച്ചു. ബാഡ്ജ് കുത്തിക്കൊണ്ടതിന് ഭാഗമായി അപ്പോൾ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ സീഡ് ക്ലബിൻ്റെ പോസ്റ്റർ ഉദ്ഘാടനം ചെയ്യാനും അതോടൊപ്പം അറബി ക്ലബിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റർ ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചു. എന്തായാലും കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ ടീച്ചർ പറഞ്ഞു. കുറച്ച് കുട്ടികളുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ള സന്തോഷമുണ്ട്. കാരണം ആയിരക്കണക്കിന് കുട്ടികളുണ്ടാകുമ്പോൾ എല്ലാ കുട്ടികളിലും കണ്ടെത്താൻ പ്രയാസം. ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം, കുഞ്ഞുമക്കളാണ് നിങ്ങൾ. എൻ്റെ മക്കള് അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെയൊക്കെ പ്രായമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഏത് തരത്തിൽ ലഹരി വിരുദ്ധമായി സംസാരിക്കണം എന്നുള്ളത് ഞാനിവിടെ നിന്ന് ആലോചിച്ചു. 2024-25 വർഷത്തേക്കുള്ള വിമുക്തി ക്ലബ് ഭാരവാഹികളെ യോഗത്തിൽ പ്രഖ്യാപിച്ചു. ക്യാപ്റ്റനായി B. ശ്രീയയെയും സെക്രട്ടറിയായി നേഹയെയും തിരഞ്ഞെടുത്തു. പ്രിവൻറ്റീവ് ഓഫീസർ KM സജീഷ്, സ്കൗട്ട്സ് മാസ്റ്ററും വിമുക്തി കോർഡിനേറ്ററുമായ VM നൌഷാദ്, ഗൈഡ്സ് ക്യാപ്റ്റൻ KK തുളസി, KK തുളസീദേവി, K. കൃഷ്ണൻകുട്ടി, AT ഹരിപ്രസാദ്, വിമുക്തി ക്യാപ്റ്റൻ KU ഉണ്ണിമായ, K. ഹരിണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കൊമേഴ്സ് വിഭാഗത്തിന്റെ റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങി. അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ E. മുരളി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് കോമേഴ്സ് റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സെമിനാർ ഹാളിൽ നടന്ന ഉദ്ഘാടനം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ E. മുരളി നിർവഹിച്ചു. ഒരു വീട്ടിൽ തന്നെ നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും എല്ലാവരും നമുക്ക് ഒരുപോലെ കാണണമെന്നൊക്കെ പറയും. 3 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികളെ ഒരുപോലെ കാണണമെന്ന് പറയും. പക്ഷെ പലപ്പോഴും അങ്ങനെ ആവില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അങ്ങനെ ആവില്ല. അത് വിദ്യാർത്ഥികളുടെ ഇടയിലും അധ്യാപകൻ വെറുതെ എല്ലാം പറയും. വിദ്യാർത്ഥികളെല്ലാം അധ്യാപകനെ ഒരേപോലെ ആയിരിക്കണം, തുല്യതയോടെ കാണണം എന്നൊക്കെ പറയും. തിയററ്റിക്കലി കറക്റ്റാണ്. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VS ജോയ് അധ്യക്ഷത വഹിച്ചു. VK മുരളീധരൻ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ P. രാജൻ, ഡോക്ടർ MR രശ്മി, ഡോക്ടർ റഷീദ്, ഡോക്ടർ ബിന്ദു മേനോൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാഹനയാത്രക്കാർക്ക് ദുരിതമായി വെള്ളക്കെട്ട്. പട്ടാമ്പി കുളപ്പള്ളി പാതയിൽ വടനംകുറിശി റെയിൽവേ ഗേറ്റ് പരിസരത്താണ് ദുരിതയാത്ര. റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് വാഹനയാത്രക്കാർക്ക് ഏറെ ദുരിതമായിരിക്കുന്നത്. പട്ടാമ്പി കുളപ്പള്ളി പാതയിൽ വാരണാസി റെയിൽവേ ഗേറ്റിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടാണ് വാഹനയാത്രക്കാർക്ക് ദുരിതമായി തീർന്നിരിക്കുന്നത്. പട്ടാമ്പി കുളപ്പള്ളി റോഡും മേൽപ്പാലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശത്താണ് ടാറിംഗ് നടത്താത്തതിനാൽ മണ്ണും ചെളിയും നിറഞ്ഞ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ ടാറിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത് റെയിൽവേ ബ്രിഡ്ജസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരുവിധ പരിഹാര നടപടികളും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. നിത്യേന നിരവധി ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തെന്നി വീഴുന്ന അവസ്ഥയാണുള്ളത്. 2 വകുപ്പുകൾ തമ്മിലുള്ള
കിടമത്സരം കൊണ്ടാണ് വെള്ളക്കെട്ട് രൂപം കൊണ്ട സ്ഥലത്ത് റോഡ് പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതെന്നാണ് ആക്ഷേപം. പ്രദേശത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ ഉടൻ നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിയുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ പ്രതിഷേധവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. സാധാരണക്കാർക്ക് കൃത്യമായി സാമൂഹിക പെൻഷൻ, സുരക്ഷാ പെൻഷൻ നൽകാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാർ പ്രതിസന്ധി ഘട്ടത്തിൽ ഭീമമായ തുക ചാൻസലർക്ക് പ്രതിമാസ ഓണറേറിയമായി അനുവദിച്ച് ഉത്തരവിറക്കിയ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് പറഞ്ഞു. കലാമണ്ഡലം ചാൻസലറായ മല്ലിക സാരാഭായിക്ക് ഓണറേറിയം എന്ന പേരിൽ യാത്രാ താമസ ഭത്തകളടക്കം 3 ലക്ഷം രൂപയോളം നൽകാനുള്ള സർക്കാർ ഉത്തരവിനെതിരെ പ്രതിഷേധവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. കലാ അധ്യാപകർക്കും ജീവനക്കാർക്കും സർക്കാർ ഗ്രാന്റ് കുറവാണെന്ന സാഹചര്യത്തിൽ ശമ്പളം മുടങ്ങുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. കൂടാതെ കലാ അധ്യാപകരുടെ നിയമനം തടയുകയും കലാമണ്ഡലത്തിലെ ചിലവ് വർദ്ധിച്ചപ്പോൾ കുട്ടികളുടെ സന്ദർശന ഫീസടക്കം വൻ വർധന വരുത്തിയ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് ഇത്രയും ഭീമമായ തുക ചാൻസലർക്ക് നൽകാനുള്ള നടപടി അംഗീകരിക്കാനാവില്ലെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് പറഞ്ഞു. ഓണറേറിയം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സർക്കാർ പിൻവലിച്ചില്ലെങ്കിൽ ചാൻസലറോട് നേരിട്ട് പ്രതിഷേധം അറിയിക്കുമെന്നും ഷാനവാസ് വ്യക്തമാക്കി. അത്രത്തോളം സാമ്പത്തിക ഞെരുക്കത്തിൽ ഉൾപ്പെട്ട് കിടക്കുന്ന ഒരു കലാ സാംസ്കാരിക കേന്ദ്രത്തിൽ ഈ സർക്കാരിൻ്റെ ഗ്രാൻഡ് കുറഞ്ഞു പോയി എന്നും അത് കൃത്യമായിട്ട് പലപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടൊക്കെ കലാ അധ്യാപകരെ പോലും പുതുതായി നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ വിദ്യാർത്ഥി അധ്യാപക തോത് വളരെയധികം വ്യത്യാസത്തിലാണ് കിടക്കുന്നത്. തികച്ചും സൗജന്യ സേവനം എന്നുള്ള നിലയ്ക്ക് ഒരു ചാൻസലർ കൊണ്ടുപോകേണ്ട സമയത്ത് ചാൻസലർക്ക് 3 ലക്ഷം രൂപയോളം ചിലവാക്കേണ്ട ഒരു ഗതികേടിലേക്ക് വരികയാണ്. സർക്കാർ ഒരു ഭാഗത്ത് മുണ്ട് മുറുക്കി കൊടുക്കാൻ പറയുകയും മറുഭാഗത്തുകൂടെ ഇത്തരത്തിലുള്ള ദൂരത്തിൻ്റെ ഏറ്റവും മൂർത്തി ഭാഗത്തൂടെ സഞ്ചരിക്കുന്ന സമയം തികച്ചും ഇത് പിൻവലിക്കേണ്ട ഒന്നാണ്. ഇത് പാർട്ടി ഇന്റർനാഷണൽ കോൺഗ്രസ് ഈ വിവരം നേരിട്ട് മല്ലിക സാരാഭായി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട കലാമണ്ഡലത്തിൻ്റെ ചാൻസലറെ നേരിട്ട് അറിയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മണ്ണൂർ കിഴക്കുംപുറം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മിൽമ മലബാർ മേഖലാ യൂണിയൻ ക്ഷീരകർഷകർക്കായി നടപ്പിലാക്കിയ വിവിധ ക്ഷേമ പദ്ധതികളുടെ വിശദീകരണ യോഗം നടത്തി. യോഗം മിൽമ സൂപ്പർവൈസർ P. ഷൽന ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷീരസംഘം പ്രസിഡന്റ് K. ഗോപിനാഥൻ അധ്യക്ഷനായി. ഡയറി ഫാം എങ്ങനെ ലാഭകരമാക്കാമെന്ന വിഷയത്തിൽ K. റിബു ആര്യമ്പാവ് ക്ലാസ് എടുത്തു. ക്ഷീരകർഷകർക്കായി മിൽമ ഒട്ടേറെ ക്ഷേമ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതൊന്നും ശരിയാം വിധം ക്ഷീരകർഷകരിലേക്ക് എത്തുന്നില്ല. ഇതേ തുടർന്നാണ് ക്ഷീരസംഘങ്ങൾ വഴി വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് മിൽമ സൂപ്പർവൈസർ P. ഷൽന പറഞ്ഞു. പൂലോടി ക്ഷീരസംഘം പ്രസിഡന്റ് KS സതീഷ് കുമാർ, KL സ്വാമിനാഥൻ, സംഘം സെക്രട്ടറി P. സുനിത തുടങ്ങിയവർ സംസാരിച്ചു. 25 വർഷത്തെ മിൽമയുടെ ആസൂത്രണ പദ്ധതികളായ കരുതലും ക്ഷേമവും എന്ന പദ്ധതിയിൽ ഒത്തിരി പുതിയ പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കർഷകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുകയാണെങ്കിൽ 25,000 രൂപ ധനസഹായം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കൈകാലം അങ്ങനെ മുറിവ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടും ധനസഹായം നൽകുന്നുണ്ട്. നമ്മുടെ കർഷകരുടെ പെൺമക്കളുടെ വിവാഹം നടത്തുകയാണെങ്കിൽ 10,000 രൂപ ക്ഷീരസുമംഗലി പദ്ധതി പ്രകാരം കർഷകരുടെ മക്കൾക്ക് വേണ്ടി ഒരു വിവാഹ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അത് നമ്മുടെ വിധവകളായ സ്ത്രീകളാണെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടി 50,000 രൂപയാണ് ധനസഹായമായിട്ട് നൽകുന്നത്. ഭരണസമിതി അംഗങ്ങളും 100ഓളം ക്ഷീര കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ടെറസ് ഫാമിംഗ് വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം രൂപയാണ് ടെറസ് ഫാമിങ്ങിനായി വകയിരുത്തിയിരിക്കുന്നത്. ടെറസ് ഫാമിങ്ങിൻ്റെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിൻ്റെ 2023-24 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ വൈദ്യുത ഘടക പദ്ധതിയിൽ പെടുത്തി 5 ലക്ഷം രൂപയാണ് ടെറസ് ഫാമിങ്ങിന് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത്, കൃഷി ഓഫീസർ മനീഷ, കൃഷി അസിസ്റ്റന്റ് പ്രകാശൻ, വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. മണ്ണും വളവും
തൈയും നിറച്ച HDP ചട്ടിയാണ് നൽകുന്നത്. ഒരാൾക്ക് 24 ചട്ടിക്കായി 5000 രൂപയാണ് ഈടാക്കുന്നത്. ഇതിൽ 75% ഗ്രാമപഞ്ചായത്ത് സബ്സിഡിയും 25% ഗുണഭോക്താവും നൽകണം. അപേക്ഷ സമർപ്പിച്ച 110 പേർക്കാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. റെയിൽവേ ഗേറ്റ് മൂലം യാത്രാ ദുരിതത്തിലായി തൃശൂർ വടക്കാഞ്ചേരിയിലെ എങ്കക്കാട് ഗ്രാമം. എങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകൾക്ക് പകരം മേൽപ്പാലം പണിയണമെന്ന് ആവശ്യവുമായി പ്രദേശവാസികൾ. ചുവപ്പ് നാടയിൽ കുരുങ്ങി മേൽപ്പാലം യാഥാർത്ഥ്യമാകാതായതോടെ പ്രതിസന്ധിയിലായി വാഴാനി മച്ചാട് മേഖലയിലെ ജനങ്ങൾ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥിനികൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം. മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തത് കൂനത്തറ GVHSലെ വിദ്യാർത്ഥിനികൾക്ക്. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും സ്ത്രീ സൗഹൃദമാകണമെന്ന് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ. ഒറ്റപ്പാലത്തെ തഴഞ്ഞ ദീർഘദൂര ട്രെയിൻ സർവീസുകൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന സ്റ്റേഷനിൽ ദീർഘദൂര വണ്ടികൾക്ക് ഇപ്പോഴും സ്റ്റോപ്പില്ല. കോവിഡിനെ തുടർന്ന് നിർത്തലാക്കിയ പല ട്രെയിനുകളുടെയും സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.